10 ഫേഷ്യലൊക്കെ നമ്മൾ ചെയ്ത ആ ഒരു റിസൾട്ടൊക്കെ കിട്ടിയ പോലെ ബ്രൈറ്റ്നസ് എനിക്ക് തോന്നിയത് അതിലാണ് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേഷ്യലാട്ടോ ഇത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഹലോ, ഇന്ന് നമ്മൾ നിലാസ് ലൈഫ് സ്റ്റൈലിലെ റോഷ്നി ചേച്ചി പറഞ്ഞ ഡയമണ്ട് ഫേഷ്യലായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഫേസിൽ ഫുൾ കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ സ്കിൻ നല്ല ഡ്രൈയും ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1/2 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാലും യൂസ് ചെയ്യാം. പാൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട് വെള്ളം തന്നെ യൂസ് ചെയ്താൽ മതിയെന്ന്. പിന്നെ നമ്മളിതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി ആട്ടോ ഇട്ടത്. 2 സ്പൂണ് വേണമെന്നില്ല, 1.5 സ്പൂണൊക്കെ മതിയാകും, നമുക്ക് ബാലൻസ് വരും കേട്ടോ. അപ്പോൾ 2 സ്പൂൺ അരിപ്പൊടി ഞാനിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊരു കുഴമ്പ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ആക്കി എടുത്തിട്ടുണ്ട്, ഒരു ക്രീം ടെക്സ്ചറിൽ. ഇനി ഇത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാച്ചി വെച്ചിട്ടുള്ള ആ ഒരു ക്രീമിൽ നിന്ന് 1 സ്പൂൺ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാല് നിങ്ങൾ എടുക്കുക കേട്ടോ. പാല് യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഫേസ് വാഷസ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ക്ലെൻസിങ് നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ട് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ആക്കിയിട്ട് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഒരു ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ക്ലെൻസിങ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ക്ലെൻസിങ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസിൽ നല്ലൊരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്കിന്ന് ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ഡ്രൈ ആകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്ലെൻസിങ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയി ഒരു സ്മൂത്ത്നെസ് ഒക്കെ വന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ് കേട്ടോ. അപ്പോൾ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാച്ചി വെച്ചിട്ടുള്ളതിന് ഒരു 1/2 സ്പൂണൊക്കെ എടുത്താൽ മതിയാകും. അതിലേക്ക് നമുക്കിനി പഞ്ചസാരയും 1 സ്പൂൺ തേനുമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഇത്ര തന്നെ 1/2 സ്പൂൺ മാവ് തന്നെ നിങ്ങൾ എടുത്താൽ മതിയായിരിക്കും കേട്ടോ. അത്ര മതി നമ്മുടെ ഫേസിലേക്ക്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഫുൾ നന്നായിട്ട് ആ ഒരു തേനിൽ അലിഞ്ഞ് ചേരും കേട്ടോ. അപ്പോൾ വലിയ ഹാർഷായിട്ടുള്ള സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാവത്തില്ല നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യുന്ന സമയത്ത്. അപ്പം നിങ്ങൾക്ക് വളരെ മൈൽഡായിട്ട് തന്നെ നിങ്ങളങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒരു 2-3 മിനിറ്റ് വരെ നമുക്കിത് സ്ക്രബ് ചെയ്യാം. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്ക്രബിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്കിന്ന്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആക്കാൻ പറ്റിയിട്ട് ഒരു അടിപൊളി സ്ക്രബാണ്. ഈ ഒരു സ്ക്രബ് മിക്സ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫുൾ അതിൽ അലിഞ്ഞ് ചേർന്ന് പഞ്ചസാരയൊക്കെ അതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് ഒട്ടും തന്നെ അധികം ഒരുപാട് ഹാർഷായിട്ട് നമ്മുടെ സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരികളൊന്നും അതിലുണ്ടായിരുന്നില്ല. വളരെ മൈൽഡായിട്ടുള്ള ചെറിയ രീതിക്കുള്ള ഒരു തരിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ സ്കിന്ന് എനിക്ക് തോന്നുന്നു നല്ല സോഫ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ക്രബുമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പിലോട്ട് പോകാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് മസാജ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് മസാജിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അലോവേറ ജെല്ലാണ്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് അലോവേറ ജെൽ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതിനുശേഷം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മാവ് കുഴച്ചതാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഫേസ് മസാജിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ കുക്കുംബർ ജെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കാം കേട്ടോ അലോവേറ ജെല്ലിന് പകരം. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നിങ്ങൾ സാധാരണ നമ്മൾ ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എന്താ ചെയ്യുക, കുറച്ച് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫേസിലേക്ക് ഒരു 5 മിനിറ്റ് ഇത് വെച്ചേക്കാം കേട്ടോ. പിന്നെ മസാജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിലോട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു അലോവേറ ജെല്ലിന് പകരം നിങ്ങൾക്ക് കുക്കുംബർ ജെല്ലോ റോസ് വാട്ടർ ജെല്ലോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. ഫേസ് മസാജ് ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് കേട്ടോ. നിങ്ങൾ ഫേസ് വാഷ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതിയാകും കേട്ടോ. ഫേസ് വാഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കഴുകിയെടുത്തു. എന്നിട്ട് ആ ഒരു ചെറിയ നനവോട് കൂടി തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുവാണ്.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡയമണ്ട് ഫേസ് പാക്കാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ട് സാധനങ്ങൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്രീം ഉണ്ടല്ലോ, റൈസ് ക്രീം, അത് ഫുള്ളോടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു തക്കാളി അരച്ചതാണ് കേട്ടോ. നിങ്ങളപ്പോൾ എടുക്കുമ്പോൾ പഴുത്ത തക്കാളി നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഇത് കുറച്ച് ലൂസായി, ഇത്രയും ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടി കട്ടിക്ക് നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അരിപ്പൊടി നമ്മുടെ സ്കിന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലൊരു എക്സ്ഫോളിയേഷൻ ആണ്. സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാനും മോയ്സ്ചറാക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഒരു 15-20 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് വാഷ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് ലെഫ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഫേസ് വാഷ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഫേസ് പാക്ക് നിങ്ങളൊരു 15 to 20 മിനിറ്റ്സ് ഒക്കെ വെച്ചിരുന്നാൽ മതിയാകും. ഒരുപാട് സ്കിന്നിൽ ഡ്രൈ ആയി പിടിക്കുന്നവരെ വെച്ചേക്കേണ്ട, ഒരു സെമി ഡ്രൈ ഒക്കെ ആവുമല്ലോ. അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കളയാട്ടോ. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ഫേസ് പാക്കിനേക്കാളും ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത ആ ഒരു ക്ലെൻസറും സ്ക്രബും ആണ്. അതാണ് ഒരു ഫസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് എനിക്ക് തോന്നിയത് അതിലാട്ടോ. ഫേസ് പാക്ക് ആയാലും നല്ലതാണ്, ഫേസ് മസാജ് ആയാലും നല്ലതാട്ടോ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേഷ്യലാട്ടോ ഇത്. എനിക്ക് തോന്നുന്നു നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഒത്തിരി പൈസയൊക്കെ ആവുമെന്ന് തോന്നുന്നു ഈ ഒരു ഡയമണ്ട് ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിതുവരെ ചെയ്തിട്ടില്ല ഡയമണ്ട് ഫേഷ്യലൊന്നും. എനിക്ക് തോന്നുന്നു ഞാനൊരു ഗോൾഡ് ഫേഷ്യലിൻ്റെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ അതിനേക്കാളും എനിക്ക് തോന്നുന്നു നല്ല ഇരട്ടി റിസൾട്ട് കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. ഒരു 10 ഫേഷ്യലൊക്കെ നമ്മൾ ചെയ്ത ആ ഒരു റിസൾട്ടൊക്കെ കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് ഈ ഒരു ഡയമണ്ട് ഫേഷ്യൽ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്ത് നോക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. നമ്മുടെ ഫേസ് നല്ലതായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫേഷ്യൽ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ സ്വന്തം ഇതൊന്നും അല്ല, ഞാൻ കണ്ടുപിടിച്ചതൊന്നും അല്ല. ഞാൻ ആ നില ലൈഫ് സ്റ്റൈൽ മലയാളം എന്നാണ് തോന്നുന്ന ചാനലിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ആ ചാനലിൽ ഞാൻ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. ആ ചേച്ചി നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിൻ നല്ല പോളിഷ് ആവും എന്നുള്ള രീതിയിൽ. എനിക്ക് സ്കിൻ പോളിഷ് ആയോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് അതിനേക്കാളും നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടല്ലോ, നമ്മുടെ ആ ടാനൊക്കെ മാറിയിട്ട് നമ്മൾ ലാസ്റ്റ് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്തതായാലും ടൊമാറ്റോ ആണല്ലോ. അപ്പം ടൊമാറ്റോ എന്ന് പറയുമ്പോൾ നമ്മുടെ ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അത് മാറി സ്കിൻ നല്ലൊരു ബ്രൈറ്റായി നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്കിൻ ഇച്ചിരി ഡ്രൈ ആകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യണം. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. മോയ്സ്ചറൈസറോ അലോവേറ ജെല്ലോ നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഫേഷ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.